ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തംബ്നെയിൽ ആദ്യത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടോപ്പിക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഈ റീഡിംഗ് ഇതിലൊരു പിക്കപ്പ് ഫയൽ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത വ്യക്തി ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഗ്രൂപ്പ് 1ലാണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ സ്വീകരിച്ചു. റീഡിംഗ് ഞാൻ ചെയ്യുകയാണ്. ഈ ഒരു ടോപ്പിക് റിക്വസ്റ്റ് ചെയ്തതിന് നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജനിച്ച അന്ന് മുതൽ സിംഗിളായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രണയബന്ധമൊന്നും ഇതുവരെ ഇല്ലാതിരുന്ന വ്യക്തികൾ. നിങ്ങൾക്കുള്ള റീഡിങ്ങാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന വ്യക്തി ആരാണ്, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എവിടെ കണ്ടുമുട്ടാനാണ് സാധ്യത, പിന്നെ ആ ബന്ധം നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ നോക്കുന്നത്. അതാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാർഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് ഈ വ്യക്തിയെ കുറിച്ചിട്ടാണ്. ആരാണ് ഈ വ്യക്തി എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 8 ഓഫ് വാൻഡ്സ്. വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് ഞാൻ കാണുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ആ ഒരു അപ്പിയറൻസ്, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേ, അവരെ സംസാരിക്കുന്ന രീതി, അവരെ തന്നെ എന്താ പറയുക കൊണ്ട് നടക്കുന്ന രീതി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ ഫ്ലാറ്റ് ആവുന്നത് ഞാൻ കേൾക്കുന്നത്. ഇനി നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതാണ് ഡയലോഗ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. നിങ്ങൾ വളരെയധികം പെട്ടെന്ന് തന്നെ നിങ്ങളതിൽ അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഞാൻ കാണുന്നുണ്ട്. വളരെ ഹാൻഡ്സം അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് എക്സ്റ്റേണൽ അപ്പിയറൻസ് വൈസ്. അവരുടെ ഒരു സോഡിയാക് സൈൻ സൺ മൂൺ റൈസിങ്ങിൽ ഡെഫിനറ്റ്ലി ഒരു ഫയർ സൈൻ ഉണ്ട്. ഓക്കെ, ഏരീസ്, ലിയോ അല്ലെങ്കിൽ സാജിറ്റേറിയസ് ഫയർ സൈൻ ഉറപ്പായിട്ടുണ്ട്. ഒരു ഫയറി എനർജി ഉണ്ട്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ വേറെ നാട്ടിലായിരിക്കാം. ഓക്കെ, നിങ്ങളും അവരും എന്താ പറയേണ്ടത്, ഈ വ്യക്തി വേറൊരു നാട്ടിലാവാം ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ താമസിക്കുന്നതൊക്കെ വേറൊരു രാജ്യത്തായിരിക്കാം. ഒരു ഓവർസീസ് ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പിന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. അങ്ങനെ കാണുന്നു. പിന്നെ ഇവരെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പ്ലാനൊക്കെ ചെയ്ത്, ഓക്കെ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്യൂച്ചറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഈ വരുന്ന ആൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന പ്രസൻറ്റിലും ഫ്യൂച്ചറിലാണ് ആളുടെ ഫോക്കസ് കംപ്ലീറ്റ്. ആൾ അതനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയും കാണുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ യാത്രകൾ ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങളിവരെ ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യാനാണ് സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേന മീറ്റ് ചെയ്യാനാണ് സാധ്യത കേട്ടോ. എന്തായാലും ഇവർ വളരെ ഒരു ഒബ്സർവിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറച്ചൊരു ചെറുപ്പം എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാളും വയസ്സിന് താഴെയാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കാളും വയസ്സിന് മൂത്തതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അതേ വയസ്സുള്ള വ്യക്തിയാണെങ്കിലും കുറച്ചൊരു യങ്ങർ എനർജിയാണ്, യങ് സ്പിരിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഒരു ചെറുപ്പം, മനസ്സിൽ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പാണ്. വളരെ എന്താ എക്സ്ട്രോവേർട്ട് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെല്ലുന്നിടത്തെല്ലാം എല്ലാവരെയും പെട്ടെന്ന് തന്നെ കയ്യിലെടുക്കാൻ പറ്റുന്നൊരു വ്യക്തി എന്നൊക്കെ പറയില്ലേ, എല്ലാവരായിട്ട് കൂട്ടാവാൻ പറ്റുന്ന അത്ര നല്ലൊരു വൈബ്രൻറ്റ് ഒരു ഫയറി എനർജിയുള്ള ഒരാളാണ്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലാവും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയായിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ആ 2 പോസിബിലിറ്റിയാണ് ഞാനിവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുമ്പോൾ, ഓക്കെ, ആ ഒരു പുറത്ത് പോകുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇടയിൽ പ്രധാനമായിട്ടും ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, അതിപ്പോൾ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ഒരു വേറൊരു നാട്ടിലാണെങ്കിൽ, ഇപ്പോൾ സ്ഥിര താമസം വേറൊരു നാട്ടിലാണ് എങ്കിൽ, അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടുതൽ കോൺടാക്ട് ചെയ്ത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾ കൂടുതൽ സംസാരിക്കുക ഓൺലൈൻ മീഡിയസിലൂടെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ കാണുന്നു. ഇനി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്. പുതിയ റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് പ്രണയത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും ഇല്ലേ. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്ഷനും ഒരാളുമാണ് ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരുപാട് സ്നേഹം നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും ഈ ഒരു കണക്ഷനിൽ. നിങ്ങളത് ഓരോ നിമിഷം വളരെയധികം ആസ്വദിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണിത്. ഓക്കെ, വളരെ സപ്പോർട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഈ വ്യക്തിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ അവരുടെ ആ ഒരു വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും നിങ്ങളോട്. നിങ്ങൾ എന്ന വ്യക്തിയെ അവർ വളരെയധികം ബഹുമാനിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ്, അതിനൊക്കെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഇവരായിട്ടുള്ള ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ സമാധാനം നിറഞ്ഞൊരു കണക്ഷനായിട്ടാണ് കാണുന്നത്. ഓക്കെ,
പിന്നെ ചാരിയറ്റ് കാർഡാണ് അടുത്തത് കാണുന്നത്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ എന്ന വ്യക്തിയുടെ ആ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ആളുടെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്യും, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിക്കും. ആ മാറ്റങ്ങളിലൂടെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഞാൻ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്ത് വന്ന് ഈ വ്യക്തിയെ പോലെ, അപ്പോൾ അവർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനും അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടാതെ ടെൻസ്ഡ് ആവാതെ മുന്നോട്ട് ഭാവിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ചിന്തിക്കാനും ഒക്കെ ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, ഈ ഡെഫിനറ്റ്ലി ഒരു കണക്ഷൻ ഒരു മാരേജിൽ എൻഡ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഷഫിൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഇതൊരു മാരേജിൽ അവസാനിക്കുന്ന കണക്ഷൻ, അല്ലെങ്കിൽ മാരേജിൽ അവസാനിക്കാൻ സാധ്യതയുള്ള ഒരു കണക്ഷൻ. അതായത് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകും എന്നാണെങ്കിൽ, അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ 4 of Wands അല്ലെങ്കിൽ ഹയറഫന്റ് കാർഡ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഇവിടെ 4 of Wands ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് സാധ്യതയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം നിങ്ങളതൊരു കല്യാണത്തിലേക്ക്, ഒരു കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഈ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, പിന്നെ ആവശ്യമില്ലാത്ത പേടി, ഭയം, ടെൻഷൻ, കൺഫ്യൂഷൻ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വന്ന് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാനും, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയത്തോടെ അല്ലാതെ വളരെ പ്രതീക്ഷയോടെ ചിന്തിക്കാനും ഒക്കെ നിങ്ങളെ ഈ വ്യക്തി പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരുപാട് മാറുന്ന, ഒരു പോസിറ്റീവ്ലി മാറുന്ന ഒരു കണക്ഷനാണിത്. ഡെഫിനറ്റ്ലി ഇതൊരു മാരേജിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിവാഹ ജീവിതവും നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി, അവരുമായിട്ടുള്ള കണക്ഷൻ്റെ ഒരു ഐഡിയ. ഇനി ഇതിൽ നിങ്ങൾക്കൊരു ചാം റീഡിങ് വേണം, വലിയൊരു റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് എടുത്ത് പറയൂ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്കപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിങ് ചെയ്യാം. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം ഈ റീഡിങ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റീഡിങ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ രണ്ടാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ജനിച്ചന്നു മുതൽ സിംഗിളായിട്ടുള്ളവർക്കുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രണയബന്ധമൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരുണ്ടല്ലോ, അതായത് യാതൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇതുവരെ ഇല്ലാത്ത വ്യക്തികൾ, അവർക്കുള്ള റീഡിംഗ് ആണിത്. ഇത് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്ത വ്യക്തി ഈ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ സ്വീകരിച്ച് ഇത് റീഡിങ് ചെയ്തിരിക്കുകയാണ്. ഈ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്തതിനും ഒരുപാട് നന്ദി പറയാണ്. നിങ്ങളുടെ പേര് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഹാരി പോട്ടറിൻ്റെ എന്തോ ഒരു യൂസർ നെയിമോ എന്തോ ആണ് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ അത് അതാണ് ആ വ്യക്തി തന്നെയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കൈൻഡ് ഓഫ് എനർജിയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു പുതിയ ഒരു എനർജിയാണ്, ഇത് ഒരു പുതിയ പേഴ്സൺ. അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്രഷ് തോന്നിയിട്ടുള്ളതോ ആളൊന്നുമല്ല, ഇത് വേറൊരാളാണ്, ഇതൊരു പുതിയ ആളാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൂടി ആവാം ആദ്യം കണ്ടുമുട്ടുന്നത്, അതും കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെപ്പോഴും പറഞ്ഞ പോലെ ഇവർക്കും പാസ്റ്റ് ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, റൊമാൻറ്റിക് പാർട്ട്ണർ, അവരുടെ ജീവിതത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് കണക്ഷൻ മുന്നുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവർ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇവരെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു അവരെ സംബന്ധിച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവർക്കൊരു റീബർത്ത് സിറ്റുവേഷൻ പോലെ, ഒരു പുനർജന്മം പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുക. അവർ പിന്നെ വളരെയധികം അവരെ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാൻ അവർ ഒട്ടും ശ്രമിക്കില്ല. അവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചും. ഓക്കെ, അപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ആളുകളോട് അകലം പാലിക്കുകയാണ് ചെയ്യുക, അല്ലാതെ അവരെ എൻ്റർടൈൻ ചെയ്യില്ല.
അങ്ങനെ വളരെയധികം ആളുകളെ അടുപ്പിക്കുന്നതിൽ വളരെയധികം സെലക്റ്റീവാണ് ഈ ഒരു വ്യക്തി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒബ്സർവിംഗ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആൾ. അപ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, ഇഷ്ടങ്ങളും നിങ്ങളുടെ ചെറിയ ചെറിയ അനിഷ്ടങ്ങളും ഇതെല്ലാം നോട്ട് ചെയ്യുന്നതും അതൊക്കെ അതനുസരിച്ച് നിങ്ങളോട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഈ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആൾ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സർപ്രൈസ്ഡ് ആവുന്നതാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ആരും ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് ഇഷ്ടമാവുന്നതും ഒക്കെ അതൊക്കെ അവർ വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങളുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കുകയും പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങേണ്ട സമയം വരുമ്പോൾ ഇന്ന ഫുഡല്ലേ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആവും. അപ്പോൾ അവർ പറയും, ഞാൻ കണ്ടിരുന്നു നിങ്ങൾക്ക് അത് കഴിക്കുമ്പോൾ നിങ്ങളത് വളരെ എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു, നിങ്ങളല്ലെങ്കിൽ അന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതൊക്കെ ഇങ്ങനെ വളരെയധികം ഓർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ വളരെയധികം നിങ്ങൾ എൻജോയ് ചെയ്യാനും സാധ്യതയുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. പിന്നെ ഈ ഒരു വ്യക്തി എന്തിലാണോ അവർ ഫോക്കസ് ചെയ്യുന്നത്, ഓക്കെ, അവരെ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിലവർ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ, നിങ്ങളുമായിട്ട് റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാണ്, വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നല്ല ക്ഷമയുള്ള വ്യക്തിയാണ്. ഓക്കെ, അവർക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നതിൽ, അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരുടേതായ രീതികളുണ്ട്. അവരതാണ് ഫോളോ ചെയ്യുക. കാരണം അവർക്ക് വളരെയധികം അവർ ആ ഒരു എന്താ പറയുക ഇൻസ്റ്റിങ്സ് വളരെ സ്ട്രോങ് ആണ്, വളരെ ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റീസ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ അവർക്ക് ഏതൊരു കാര്യം നേടിയെടുക്കണേനും അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ഓക്കെ, അവരതിലൂടെ തന്നെയാണ് പോവുക. അത് കുറച്ച് സമയം എടുത്താലും ആ സമയം എടുക്കുന്നതിന് അവർ യാതൊരു പ്രശ്നമില്ല. അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ക്ഷമയുള്ള വ്യക്തിയാണ്. അപ്പോൾ അവരൊന്നിനും വേണ്ടി ധൃതി വെക്കില്ല, അനാവശ്യമായിട്ട് ധൃതി വെക്കുന്ന ഒരു വ്യക്തിയല്ല. അവരുടെ അടുത്ത് ആരും അനാവശ്യമായിട്ട് ധൃതി വെക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, അവർ വളരെ പേഷ്യൻ്റാണ്. അപ്പോൾ ആ ഒരു എനർജി തിരിച്ചു അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരൊന്നിനും നിർബന്ധിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ വേഗം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ പ്രഷർ ചെയ്യാനോ പാടില്ല. അതവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവർ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധ്യത. വളരെ സക്സസ്ഫുൾ ആണ്, അത്യാവശ്യം പോപ്പുലർ ആണെന്നും കാണുന്നു. ഓക്കെ, ഒരു പോപ്പുലാരിറ്റി ഉണ്ട് അവർക്ക്. പക്ഷേ ഈ ഒരു പോപ്പുലാരിറ്റി ആയിക്കോട്ടെ, ഈ ഒരു സക്സസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അല്ലാതെ ഒരു ഭാഗ്യം കൊണ്ട് അല്ല. അവർ നല്ലോണം കഷ്ടപ്പെട്ട് ഒരുപാട് കാലം അധ്വാനിച്ച് ഇതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ജീവിതത്തിലുള്ള വിജയവും ആ പുരോഗതിയും വളർച്ചയും ആ പോപ്പുലാരിറ്റി അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ സ്വപ്നം കണ്ട് മാത്രം ഇരുന്നാൽ പോരാ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മുടെ ഭാഗത്തുനിന്നൊരു ക്ഷമയെ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമുക്ക് വേണ്ടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇവരതുപോലെ തന്നെ എന്താ പറയുക, സന്തോഷമുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നന്നായി ഇൻവോൾവ് ആയി. ഓക്കെ, അതിപ്പോൾ അവരുടെ ജീവിതത്തിൽ സംബന്ധിച്ചിട്ടൊരു കാര്യമില്ലെങ്കിൽ പോലും ഒരു ജോയ്ഫുൾ ഓപ്പർച്യൂണിറ്റി, ഒരു സന്തോഷമുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പം അതിലവർ പെട്ടെന്ന് ഇൻവോൾവ് ആയി അതൊക്കെ എൻജോയ് ചെയ്യുന്ന, ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ലി എനർജി. ഓക്കെ, നിങ്ങളുടെ ഒരു പാർട്ട്ണർ എന്നതിലുപരി നിങ്ങളുടെ നല്ലൊരു സുഹൃത്തും കൂടിയായിരിക്കും ഈ ഒരു വ്യക്തി. അതും കൂടെ ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ഒരാളായിരിക്കാം. ഓക്കെ, അങ്ങനെയും ഒരു എനർജി കിട്ടുന്നു. എന്തായാലും നിങ്ങൾ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജി വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും നോക്കാം. ഇത് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈശ്വരൻ പറഞ്ഞു തരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് വീണ്ടും 4 ഓഫ് വാണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കേണ്ട വ്യക്തിയെ തന്നെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു ബിഗ് കൺഫർമേഷൻ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ്. അത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതുകൊണ്ട് തന്നെ പ്രിപ്പയർഡ് ആയിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. ഇനി ഇവർ തന്നെയാണോ, ഇനിയിപ്പോൾ ഞാൻ ഇവരുടെ അടുത്തിട്ട് ഇവരല്ലെങ്കിലോ, അങ്ങനത്തെ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. അത് ആദ്യമേ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഇതാണ് നിൻ്റെ ആൾ, അല്ലെ ഇതാണ് നിങ്ങളുടെ ആൾ. ഓക്കെ, ഈ വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ ഈ ജീവിതം മൊത്തം ജീവിച്ച് തീർക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ഈശ്വരൻ ഫസ്റ്റ് തന്നെ. പിന്നെ ഇതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ഇതിലൂടെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഒരുപാട് വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ രണ്ട് കൂട്ടരും ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷം, ഓക്കെ, അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിലാണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്.
മാത്രമല്ല നിങ്ങൾ വളരെ സെക്യൂർ ആയിരിക്കും ഈ ഒരു കണക്ഷനിൽ. നിങ്ങൾക്ക് ഒരിക്കൽ പോലും എന്താ പറയുക ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സേഫ് അല്ല എന്ന് തോന്നുക അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ഈ വ്യക്തി അത്രയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിരിക്കും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ, അത് ഞാൻ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലായിരിക്കുമ്പോഴും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊക്കെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടാവും ഇല്ലേ, കുറച്ച് വിശ്വാസങ്ങളുണ്ടാവും. അതിനൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, അതിനൊക്കെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു വിവാഹ ജീവിതം, അങ്ങനത്തെ ആ റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് ഒരു 360 ഡിഗ്രി ചേഞ്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ ബിലീഫ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ കാര്യം ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ റിലേഷൻഷിപ്പിനൊക്കെ കുറിച്ചിട്ട്. പക്ഷെ അതിനൊക്കെ മാറ്റിമറിക്കുന്ന, അതിലൊക്കെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു ഷിഫ്റ്റ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന ഒരു ബന്ധമാണ് ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു ബന്ധത്തിലായിരിക്കെ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ, നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഒരുപാട് എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞൊരു സമയമായിരിക്കും. ഒരു പുതിയ എനർജി നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളൊരു വേറെ റിയാലിറ്റിയിലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടതിന് ശേഷം. ഓക്കെ, വളരെയധികം ചേഞ്ച് നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഒരുപാട് നല്ല നല്ല എനർജീസാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്റ്റക്കായി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നല്ല നിങ്ങൾ പുറത്ത് വരുന്ന, നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു ലൈഫ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് ഒരു മൂവ്മെൻറ്റ് ലൈഫിലുണ്ട് എന്ന് തോന്നുന്ന കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലായിരിക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കിട്ടുന്നൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുപാട് സക്സസ്, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കണക്ഷൻ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റേബിൾ ആക്കുന്നുണ്ട്, സെക്യൂർ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ എംപറർ, ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ മസ്കുലിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ആ ഒരു റിയാലിറ്റി, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം, ഓക്കെ, തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലായിരിക്കും കിട്ടും. ഈ ഒരു വ്യക്തിയുടെ ആ ഒരു എൻകറേജ്മെൻറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുമെന്നും ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കുകയും നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഈ ഒരു ബന്ധത്തിലായിരിക്കും. അങ്ങനെയും കാണുന്നു. ഓക്കെ, പിന്നെ ഇതൊരു ലോങ് ടേം കണക്ഷൻ ഓഫ് കോഴ്സ്, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫസ്റ്റിലെ തന്നെ ആ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണെന്നുള്ള ഫസ്റ്റിലെ തന്നെ കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. അത് ഊട്ടിയുറപ്പിക്കുന്നതാണ്. പിന്നെ ഈ ബന്ധം മുന്നോട്ട് പോകും തോറും അത് നിങ്ങളിലും ഒരുപാട് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ സമയം ചെല്ലും തോറും നിങ്ങൾ കൂടുതൽ ഈ ഒരു ബന്ധത്തിൽ വളരെ സെക്യൂറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് 2 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഒരിക്കൽ കൂടി ഈ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്ത വ്യക്തിയോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും ഞാൻ നേരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങളെ തമ്മിലെ 3ാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾ എസ്പെഷ്യലി ഒരു എന്താ പറയുക ജനിച്ചന്ന് മുതൽ സിംഗിളായിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ, ഓക്കെ, അപ്പോൾ ആ ക്ലബിലുള്ളവർക്കാണ്, സിംഗിൾ സിൻസ് ബർത്ത് ക്ലബിലുള്ളവർക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന വ്യക്തി, ആ പ്രണയബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന റൊമാൻറ്റിക് പാർട്ട്ണർ ആരാണ്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ്, ഓക്കെ, അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുക. ഇതിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ ഞാനത് മുന്നേ നോക്കാറില്ല, അതങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സെക്ഷനൊക്കെ ഷഫിൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഒരു പോസിബിലിറ്റി, ഈ വ്യക്തിയുമായിട്ട് കല്യാണം കഴിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഓക്കെ, 4 ഓഫ് വാണ്ട്സ് അല്ലെങ്കിൽ ഹയറോഫന്റ് കാർഡ് വേണം, ഈ സ്പ്രെഡിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കൺഫർമേഷൻ കാർഡായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി
ഈ വ്യക്തിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ക്യൂൺ ഓഫ് വൺസ് എനർജിയാണ് കേട്ടോ ആദ്യമായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു വ്യക്തി, അവരുടെ കരിയറിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ വളരെ ഒരു എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ ഈ വളരെ സോഷ്യലാണ്. അപ്പോൾ ആളുകളെ കാണുക, ഇടപഴകുക, അതിലൊക്കെ ഇതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നത്. സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിൽ ഇരിക്കും തോറും എനർജി കൂടി വരുന്ന ഒരു വ്യക്തി. ഓക്കെ, എക്സ്ട്രോവേർട്ട് കാറ്റഗറിയാണ്. ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ആളുകളായിട്ട് ഇങ്ങനെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഇവർക്കുണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഏതൊരു കാര്യവും നടക്കാൻ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അവർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും വളരെ അട്രാക്റ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ കാണുന്നു. പിന്നെ ഇവരെപ്പോഴും ഇതൊരു പുതിയ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള അങ്ങനത്തെ വൺ വേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരുമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആരുമല്ല. ഇതൊരു പുതിയ എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എന്താ അവരൊരുപാട് മാറിയിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എൻഡിങ്, ഒരു അധ്യായം അവരുടെ ജീവിതത്തിൽ അവസാനിച്ചിട്ടുണ്ട്. അവരവസാനിച്ചത് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, അവർ ലോകത്തിനെ കാണുന്ന രീതി, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വിശ്വാസങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ലിറ്ററലി അവർക്കൊരു പുനർജന്മം ഉണ്ടായിട്ടുള്ളതാണ് ആ ഒരു സംഭവത്തിന് ശേഷം. ഓക്കെ, അതിനുശേഷം പിന്നെ പക്ഷേ അവർക്ക് ലൈഫിൽ വളരെയധികം ഒരു സമാധാനം അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരിപ്പോൾ ലൈഫ് വളരെ പീസ്ഫുള്ളാണ്, വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇടയിൽ പക്ഷേ ഇത് ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, അവർ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞൊരു സമയത്തൂടെ അവർ കടന്നു പോന്നിട്ടുണ്ട്. ചാലഞ്ചിങ് ആയിട്ടുള്ള സമയത്തൂടെ കടന്നു പോന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്, ഒരു റിന്യൂവൽ എനർജിയാണ്. ഓക്കെ, ഒരു റീബർത്ത് അവരുടെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യം നടക്കും. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ എന്താ പറയണ്ടേ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ആ ഒരു വിശ്വാസമൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. വളരെ ധൈര്യശാലിയാണ്. എന്തൊരു ലക്ഷ്യം ഉണ്ടെങ്കിലും അതിനായിട്ട് മുന്നിട്ടിറങ്ങാൻ വളരെ ധൈര്യമുള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും എന്താ പറയുക, വരായികകളെ കുറിച്ച് ചിന്തിക്കാണ്ട് എടുത്തു ചാടി ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ധൈര്യമുണ്ട്, പക്ഷെ അതേസമയം കുറച്ച് കെയർലെസ്സുമാണ്. കാരണം എന്താണ് അതിൻ്റെ റിസ്ക്, എന്താ കോൺസിക്വൻസും നോക്കാതെ എന്ത് ചെയ്യാണ്, അതിൻ്റെ പിന്നാലെ പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് വ്യക്തിയാണ്. ഓക്കെ, വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടും കാണുന്നു. നമുക്കിവിടെ 4 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ, നിങ്ങളെ ഒരു ജീവിത പങ്കാളിയിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഈ വരുന്ന ആൾ. ഓക്കെ, ഞാൻ ടൈം ഫ്രെയിം എടുത്തിട്ടില്ല, ഒരു ഇതിലും ഞാൻ ടൈം ഫ്രെയിം എടുത്തിട്ടില്ല. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഇതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സിഗ്നിഫിക്കൻറ്റ് കണക്ഷൻ, അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ പറയാൻ പറ്റും ഇതൊരു ജസ്റ്റ് ഒന്ന് വന്നു പോകുന്ന ആളല്ല. പിന്നെ ഈ എന്താ പറയുക, ജനിച്ച അന്ന് മുതൽ സിംഗിളായിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സെലക്റ്റീവാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യത്തിൽ. ഓക്കെ, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ വളരെ സെലക്റ്റീവാണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഒരു ഡേറ്റിങ്ങിലൊന്നും താല്പര്യമുള്ള ആളുകളല്ല. നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നോക്കുന്ന ആളുകളാണ്. ഓക്കെ, കൂടുതൽ അങ്ങനത്തുള്ള വ്യക്തികളായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ക്ലബിലുള്ളവർ. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കല്യാണം നടക്കാനുള്ള, അതായത് നിങ്ങൾ ഇനി ഒരു ബന്ധത്തിലായതിനു ശേഷം നിങ്ങൾക്ക് കല്യാണം കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നോക്കുന്നത് ഈ ഒരു ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ നമുക്ക് കിട്ടിയത് 5 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഹീൽ ചെയ്യാതെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിൽ തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റി, ഓക്കെ, ഇന്നർ ചൈൽഡ് വൂൺസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയതും നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി തന്നിട്ടുള്ളതുമായ ഒരു എന്താ പറയേണ്ട ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളതിൽ കുറച്ച് സാഡാണ്. നിങ്ങൾക്കപ്പോൾ എന്താ പറയുക, നിങ്ങൾ വളരെ ഒരു വിഷമമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഒട്ടും ആത്മവിശ്വാസമില്ല. അതിൽ നിന്നൊക്കെ മാറി നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളെ തന്നെ നിങ്ങളെങ്ങനെയാണോ നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും അങ്ങനത്തെ രീതിയിൽ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇഷ്ടം, മ്യൂച്വൽ അട്രാക്ഷനാണ്, ഒരേപോലെ അട്രാക്ഷനാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് എന്തായാലും പറയും. ഓക്കെ,
നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങനെ നിന്നെ കാണാൻ കൊള്ളില്ല എന്നോ അങ്ങനെ, അല്ലെങ്കിൽ നിനക്ക് നീ ഇങ്ങനെ വന്നാൽ മതി, ഇതാ നിനക്ക് ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊള്ളില്ല, അല്ലെങ്കിൽ നിൻ്റെ ശബ്ദം കൊള്ളില്ല, നിന്നെ കാണാൻ കൊള്ളില്ല, നിൻ്റെ എന്താ പറയുക കണ്ണ് കൊള്ളില്ല, മൂക്ക് കൊള്ളില്ല, അങ്ങനെ നിങ്ങൾക്ക് കുറേ ഇൻസെക്യൂരിറ്റി തന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഞാൻ കാണുന്നത് വളരെ ഡിപ്രസീവായിട്ടൊരു എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഡിസൈറബിൾ അല്ല എന്നൊരു തോന്നൽ, നിങ്ങൾക്ക് ഒട്ടും ആകർഷണമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നും നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങളെ തന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു ബന്ധമാണിത്. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ അത്രയും അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് ധൈര്യം തരുന്ന, നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു ബന്ധമാണ് ഈ വ്യക്തിയുമായിട്ട് ഉള്ളത് എന്ന് ഞാൻ കാണുന്നു. ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക, വളരെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബാലൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു സ്വസ്ഥത, ഒരു സമാധാനം നിങ്ങൾ അനുഭവിക്കും. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ചാലഞ്ചസ്, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ ആയിരിക്കാം, പക്ഷെ അതിനൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലൂടെ ലഭിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നേരിടാൻ ഇവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവരെ അത്രയും നിങ്ങൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ചിട്ടൊരു തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുന്ന, നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന, നിങ്ങളിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്ന, നിങ്ങളിൽ ആ സെൽഫ് ലവ് കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ആ ഒരു സെൽഫ് ലവ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു പാർട്ട്ണർ, റൊമാൻറ്റിക് പാർട്ട്ണർ. ഓക്കെ, അവരതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്വസ്ഥതയും സമാധാനവും തരുന്നുണ്ട്. അതും ഞാൻ കാണുന്നു. ഇതൊരു മ്യൂച്വൽ അട്രാക്ഷൻ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷനാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ഒരു ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരാൾ കൂടുതൽ കൊടുക്കുക, ഒരാൾ എന്താ പറയുക, ഒരാൾ ഗിവർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്, ഇങ്ങനത്തെ എനർജീസ് ഒന്നുമില്ല. വളരെ ഹെൽത്തിയും ബാലൻസ്ഡുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഉള്ള ഫീലിങ്സ് ആയിക്കോട്ടെ, എന്തും അട്രാക്ഷൻ എല്ലാം ഈക്വൽ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണറെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും. ഇതൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ്, അപ്പോൾ വളരെ ചെറിയ റീഡിംഗ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതൊരു വലിയ റീഡിംഗ് ആയിട്ട് വേണം എന്ന് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ഓക്കെ, ഒരു പിക്കപ്പ് ചാം റീഡിംഗ്, അപ്പോൾ അതൊരു 1.5 മണിക്കൂറിൻ്റെ ഒക്കെ ഓരോ ഫയലിനൊരു 30 മിനിറ്റ് വെച്ചിട്ട് സമയത്തിൽ ഒരു ഡീറ്റെയിൽഡ് റീഡിംഗ് നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞാനത് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണോ കടന്നു വരുന്നത് ആ വ്യക്തിയെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത വ്യക്തി ഈ ഗ്രൂപ്പിലാണുള്ളതെങ്കിൽ നിങ്ങളോട് ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ നല്ലൊരു ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ ടൈം എന്താ പറയുക, ഓരോ ഗ്രൂപ്പിനും കിട്ടുന്ന മെസ്സേജ് അനുസരിച്ചിട്ടാണ് അവർക്കുള്ള സമയം. അപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിനാണെന്ന് തോന്നുന്നു കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. കാരണം അവരിൽ അത്രയും അധികം ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ കുറച്ച് ഡയറക്റ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അറിയാൻ പാടുള്ളൂ ഈ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, ആ വ്യക്തിയെ കുറിച്ചിട്ടാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അതാണ് എനിക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഇതൊരു അറേഞ്ച് മാരേജ് സിനാരിയോ ആവാൻ സാധ്യതയുണ്ട്. അതെല്ലാവർക്കും ഇല്ല, അതൊരു സാധ്യത മാത്രമാണ്. അത് നിങ്ങൾ ആക്റ്റീവ്ലി അതാണ് നോക്കുന്നതെങ്കിൽ അതിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ കാണുന്നു. അല്ല, അത് ചിലപ്പോൾ എന്താ പറയുക, ഒരു ലവ് മാരേജ് സിറ്റുവേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു മാരേജിലേക്ക് പോകുന്നതും ആകാം. അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. 2 സാധ്യതയും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. ഇതുപോലുള്ള റീഡിങ് കൂടുതൽ ലഭിക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, വാട്സപ്പിലാവുമ്പോൾ കാലത്ത് ഒരു 6 മണി തൊട്ട് വൈകുന്നേരം ഒരു 10 മണിക്ക് ഉള്ളിൽ ബുക്കിംഗ് എൻക്വയറീസൊക്കെ നടത്താൻ ശ്രമിക്കുക. അപ്പോൾ അതുവരെ കിട്ടുന്ന ബുക്കിംഗ് എൻക്വയറീസ് മാത്രമേ
ഞാൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നതിന് ഞാൻ പ്രൊസീഡ് ചെയ്യില്ല. പിറ്റേ ദിവസമാണ് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്